സഖാക്കൾക്ക് RSSനെയും RSSകാരെയും പുച്ഛം. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസുകാർക്ക് RSS സുഹൃത്തുക്കളുണ്ട്. KT ജലീലിന്റെ വാക്കുകളാണിത്. RSS പ്രവർത്തകരുമായി കോൺഗ്രസും CPM പുലർത്തുന്ന ബന്ധത്തെയും കുറിച്ചും KT ജലീൽ പറയുന്നു. സഖാക്കൾ അവർ വ്യക്തിഗത സൗഹൃദങ്ങളിൽ പോലും RSS പ്രവർത്തകരിൽ നിന്ന് അകലം പാലിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. നമുക്കൊക്കെ RSS സുഹൃത്തുക്കളുണ്ട്, പക്ഷെ ഒരൊറ്റ സഖാവിനും RSSകാർ സുഹൃത്തുക്കളായിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ജന്മം കൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള ധാരാളം പേരെ എനിക്കറിയാം. ഇവർക്ക് ആർക്കെങ്കിലും ഒരു RSSകാരൻ സുഹൃത്തായിട്ടുണ്ടോ? അവരുടെ കല്യാണത്തിന് പോലും സാധാരണ രീതിയിൽ പോകാറില്ല. കോൺഗ്രസ്സുകാർക്ക് അതൊന്നും പ്രശ്നമില്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഏത് കല്യാണത്തിനും പോകും. RSS ആണോ മറ്റേതെങ്കിലും പാർട്ടിയാണോ എന്നൊന്നും നോക്കാറില്ല. RSS പ്രവർത്തകരുടെ വീടുകളിലെ വിവാഹങ്ങളിൽ പോലും സഖാക്കൾ സാധാരണഗതിയിൽ പോകാറില്ല. അതേസമയം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം RSS ആണോ മറ്റു പാർട്ടിക്കാരാണോ എന്നൊന്നും നോക്കാതെ അവർ എല്ലാ വിവാഹങ്ങളിലും പങ്കെടുക്കാറുണ്ട്. RSSുമായി ഒരു നിലയ്ക്കും വിട്ടുവീഴ്ച ചെയ്യാതെ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന CPIM ആണ് എന്ന് പരോക്ഷമായി KT ജലീൽ പറയുന്നു. തനിക്കടക്കം പലർക്കും RSSലും BJPയിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും സഖാക്കൾക്ക് സൗഹൃദ വലയം ഇല്ലാത്തത് ഈ വിട്ടുപോകാത്ത നിലപാടിന്റെ സൂചനയാണ് എന്നും ജലീൽ പറഞ്ഞു. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ RSS നേതാക്കളുടെയോ BJP നേതാക്കളുടെ വിവാഹങ്ങളിൽ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന ചോദ്യവും ജലീൽ ഉയർത്തി. CPIMന്റെ ഈ സമീപനമാണ് അന്തർധാര പോലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുമ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യത്തിലേക്ക് നയിക്കുന്നത് എന്നും ജലീൽ പറയുന്നു. എന്നാൽ അതേസമയം ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന കൂടി ഇതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുവെങ്കിലും കേരളത്തിൽ നടപ്പാക്കില്ല എന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠ വേണ്ടതില്ല എന്നുമാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏത് പദ്ധതികളെയും നാം എതിർക്കും. PM ശ്രീ എന്നത് കേരളത്തിലെ സ്കൂളുകൾക്ക് അനിവാര്യമായ സംഗതിയല്ല. എന്നാൽ 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന വിഷയമാണ്. വിദ്യാർത്ഥികളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും പട്ടികജാതിയിൽപ്പെട്ടവർക്കും അർഹമായ 1500 കോടി രൂപ വേണ്ട എന്ന് വെക്കേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ ആലോചിക്കാനുള്ളത്. അവർക്ക് അർഹതപ്പെട്ട ഫണ്ട് ഒരു കാരണവശാലും പാഴാക്കേണ്ടതില്ല. വർഗീയതയ്ക്ക് എതിരായ നിലപാടുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ധാരണാപത്രത്തിൽ നിന്ന് ഏതു നിമിഷവും പിന്മാറാം. RSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങൾ, അതായത് സവർക്കറെ കുറിച്ചൊന്നും കുട്ടികളെ പഠിപ്പിക്കില്ല, അത്തരം പാഠഭാഗങ്ങൾ സിലബസിൽ ഉണ്ടാകില്ല എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാട് വിദ്യാഭ്യാസ മന്ത്രി എടുക്കുമ്പോൾ KT ജലീലിന്റെ ഈ ഒരു അഭിപ്രായത്തിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ തീരുമാനമെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. നിലവിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും ഇതുമായി മുന്നോട്ട് പോകില്ല. CPIയുമായുള്ള പ്രശ്നങ്ങൾ നേതാക്കൾ പരിഹരിക്കുമെന്നാണ് ശിവൻകുട്ടിയുടെ അഭിപ്രായം. പാഠപുസ്തകം തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയായിരിക്കും. രണ്ട് കക്ഷികളും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ആലോചിച്ച് ചർച്ച ചെയ്ത് കരാറിൽ നിന്ന് പിന്മാറാനും സാധിക്കും. യോജിച്ചൊരു തീരുമാനത്തിൽ എത്താത്ത പക്ഷം കോടതിയിൽ പോകുന്നതിനും അവകാശമുണ്ട്. കേരളത്തിൽ ഇതുവരെ തുടർന്നു വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറവ് വയ്ക്കില്ല. കേരളത്തിൽ RSS നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കില്ല എന്നും അത് K സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണ് എന്നും 1 മുതൽ 10 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു എന്നുമാണ് ശിവൻകുട്ടി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ പാഠപുസ്തക ഉള്ളടക്കത്തിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച സമയത്ത് ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാനമാണ് കേരളമെന്നും ശിവൻകുട്ടി പറഞ്ഞു. എന്തായാലും RSSകാരായ സുഹൃത്തുക്കളില്ല, RSSകാരുമായി യാതൊരു ബന്ധവുമില്ല. അത്തരം പ്രവർത്തകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളവരുടെ വിവാഹത്തിനോ വീട്ടിലെ മറ്റു ചടങ്ങുകൾക്കോ ഒന്നും സഖാക്കന്മാർ പങ്കെടുക്കില്ല എന്ന് KT ജലീൽ പറഞ്ഞത് ശിവൻകുട്ടിയുടെ ഈ ഒരൊറ്റ പ്രസ്താവനയുമായി ചേർത്ത് വായിക്കുമ്പോൾ വളരെ ശരിയാണ് എന്ന് തോന്നും. RSSനെ കണ്ണിൽ കണ്ടുകൂടാത്ത തരത്തിലുള്ള കലി ബാധിച്ചവർ തന്നെയാണ് സഖാക്കന്മാർ. എന്നാൽ രാജ്യം ഭരിക്കുന്നത് RSSുമായി ബന്ധമുള്ള BJP ആയതുകൊണ്ട് അവരിൽ നിന്നുള്ള ഫണ്ട് അത് കിട്ടിയാൽ പൊളിക്കില്ല എന്നതാണ് ശിവൻകുട്ടിയുടെ പക്ഷം. ന്യൂസ് ഡെസ്ക് കർമാനസ്.